അപ്പോൾ നമ്മൾ സെക്ഷൻ്റെ ഫസ്റ്റ് ആ സ്ട്രക്ചറലായിട്ടുള്ളത് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലെയർ ക്രിയേറ്റ് ചെയ്ത് ലെയർ ആക്കുക, അതുമാതിരി ഡയമെൻഷൻ ചെയ്യുക, ഹാച്ച് ചെയ്യുക, സ്പെസിഫിക്കേഷൻസ് എഴുതുക. ഇത്തരം കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ലെയർ ഉണ്ടാക്കാം. ലെയർ ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഓൾറെഡി പ്ലാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ലെയർ അത് തന്നെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇപ്പോൾ വോള് സെക്ഷൻ ചെയ്യുന്ന വോളിലേക്ക് മാറ്റാം, അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ലെയർ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ തിക്കായിട്ട് ലൈൻസ് വേണ്ട, ഓക്കെ, ലൈൻ വെയിറ്റ് കൂട്ടി കാണിക്കേണ്ട ലെയറുകളെല്ലാം സെക്ഷൻ തിക്ക് എന്ന് പറഞ്ഞിട്ട് ലെയറും, തിന്നായിട്ടുള്ള ലൈനുകളൊക്കെ സെക്ഷൻ തിൻ എന്ന് പറഞ്ഞിട്ടും ഒരു ലെയർ ഉണ്ടാക്കുക. അങ്ങനെ 2 ലെയറുകൾ മാത്രം ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതിന് നമുക്ക് വ്യത്യസ്തമായ കളറുകൾ കൊടുക്കാം. ഓക്കെ, ദെൻ 1-2 ഒബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ലെയറിലേക്ക് പ്രോപ്പർട്ടി മുന്നേ പ്ലാനിലൊക്കെ ചെയ്ത അതേമാതിരി തന്നെ നമ്മളതെടുത്തിട്ട് ആ ലെയറിലേക്ക് മാറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. MA എന്ന് ഉപയോഗിച്ചാൽ മതി. ആ കമാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഓൾറെഡി പ്ലേസ് ചെയ്ത് ലെയറിൽ ഉള്ള ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഒബ്ജക്റ്റുകൾക്ക് അതിൻ്റെ ലെയർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ആ വിൻഡോ നമ്മൾ കൊടുക്കുന്നത് അതുമാതിരി ഡോറിൻ്റെ ലൈൻസ് എല്ലാം തിന്നായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഓൾറെഡി ഉള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ലൈൻ ട്രിം ചെയ്തിട്ട് അവിടെ പുതിയ ലൈന് വരച്ച് ചേർക്കുക ചെയ്തത്. ഈ ട്രിം ചെയ്തിട്ട് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആ ഡോറിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ലിൻഡലിൻ്റെ ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ലൈൻ താഴോട്ട് വലിച്ചു വയ്ക്കാം. ഇതിന് ഗ്രിപ്പ് എഡിറ്റിംഗ് എന്നാണ് പറയുക. ആ ഗ്രിപ്പിൽ പിടിച്ചിട്ട് നമുക്ക് നീക്കാം. പിന്നെ ഇതല്ല, നമുക്ക് വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ ആ ഒരു ലിൻഡലിൻ്റെ ബോട്ടത്തിൽ വെച്ച് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിനെ ബ്രേക്ക് കമാൻഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സ്ഥലമല്ല ഫസ്റ്റ് പോയിൻ്റ്. സോ നമ്മൾ വീണ്ടും F എന്ന് എൻ്റർ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പോയിൻ്റ് വീണ്ടും കൊടുക്കാനും സെക്കൻഡ് പോയിൻറ്റും കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ എന്തായി, സെപ്പറേറ്റായി മാറും. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. ആ ലൈനുകൾ എല്ലാം നമ്മൾ ലെയർ മാറ്റുകയാണ്. അതിൽ ആ ഒരു ബാക്കി ലെയറുകളെല്ലാം തിൻ ലെയറിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇത് മുന്നേ ചെയ്ത അതേമാതിരി തന്നെ അതെടുത്തിട്ട് തിന്നായിട്ടുണ്ട്. ഇപ്പോൾ വിൻഡോയുടെ എലിവേഷനിൽ വിൻഡോ, അതുമാതിരി ഡോറ്, അതുമാതിരി എലിവേഷനിൽ കാണുന്ന ലൈനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആ ഒരു PCC ചെയ്യുന്നതും തിന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഗ്രൗണ്ട് ലെവൽ എനിക്ക് തോന്നുന്നു കട്ടിയായിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൻ്റെത് തിക്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റുകളും ഇപ്പോൾ ലെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഹാച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പ്ലാനിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുക, ഹാച്ച് ഉപയോഗിക്കുക. പക്ഷേ ഹാച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹാച്ച് എന്ന ലെയർ എന്ത് ചെയ്യാം, കറണ്ട് ലെയറാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റുകളൊന്നും സെലക്ട് ചെയ്യാതെ ലെയറിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഹാച്ച് സെലക്ട് ചെയ്ത് അതിലേക്ക് ഹാച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഒബ്ജക്റ്റ് ലെയറിലേക്ക് മാറ്റുക. എങ്ങനെയാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാതിരി കൊടുക്കാം. ഇനി നമുക്ക് RCC ഹാച്ച് ചെയ്യണം. അപ്പോൾ RCC ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാച്ച് തന്നെ എടുക്കുക. അപ്പോൾ ഹാച്ചിൽ AR കോൺഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഉണ്ടാവും, ഒരു ഹാച്ച് പാറ്റേൺ ഉണ്ടാവും. ആ ഹാച്ച് പാറ്റേൺ ആണ് നമ്മൾ കോൺക്രീറ്റൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്.
കണ്ടോ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ AR കോൺഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ AR കോൺഗ് എടുത്തു നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ സ്കെയില് വളരെ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്കെയില് നമ്മൾ മാറ്റി കൊടുക്കുക. അതിപ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് ഹാച്ച് ചെയ്തിട്ട് സ്കെയില് മാറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പ്രിവ്യൂ നോക്കുക. ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എല്ലാ കോൺക്രീറ്റ് വരുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഹാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലാബ്, ലിൻഡൽ, സൺഷെയ്ഡ്, അതുമാതിരി തന്നെ PCC, അതുമാതിരി ഫൗണ്ടേഷൻ്റെ അടിയിലുള്ള PCC, ഫ്ലോർ PCCയും കൊടുക്കാം. അതുമാതിരി തന്നെ ഫൗണ്ടേഷൻ്റെ അടിയിലുള്ള PCCക്കും നമുക്ക് ഈ ഹാച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഉള്ളത് ഹാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സാൻഡ് ഫില്ല് ചെയ്യാനാണ്, അതായത് നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ ഫില്ലിങ്. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഹാച്ച് എടുക്കുക. ഇവിടെ അതിൻ്റെ സ്കെയിലൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ചെയ്തത്. വീണ്ടും ഹാച്ച് എടുക്കുക. AR സാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹാച്ച് പാറ്റേൺ ഉണ്ടാവും. ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് AR സാൻഡ് എന്ന് പറഞ്ഞിട്ടത് കാണാം. ഓക്കെ, AR സാൻഡ് എടുത്തിട്ട് അപ്പോൾ അവിടെയും വീണ്ടും എന്ത് ചെയ്യാം, സ്കെയില് നമുക്ക് മാറ്റി കൊടുക്കാം. ആ സ്കെയില് കൊടുത്തതിന് ശേഷം ഉണ്ടോ പ്രിവ്യൂ നോക്കിയപ്പോൾ സ്കെയില് വ്യത്യാസമുണ്ട്. അപ്പോൾ സ്കെയിൽ എന്ത് ചെയ്യുക, കുറച്ച് കൂട്ടി കൊടുത്തു. അപ്പോൾ നമ്മൾ കൂട്ടിയും കുറച്ചും ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നമുക്ക് ആ പ്രിവ്യൂ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാൻഡ് ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റബിൾ മെസൻട്രി, ഫൗണ്ടേഷന് താഴെയുള്ള റബിൾ മെസൻട്രി ചെയ്യാൻ, അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു ഹാച്ച് പാറ്റേൺ കാണാം. അതുപയോഗിച്ചിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിലും ഇതുമാതിരി തന്നെ സ്കെയിൽ മാറ്റി കൊടുക്കുക ചെയ്യുക. അതെല്ലാം ആദ്യം മൗസ് ജസ്റ്റ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പ്രിവ്യൂ കാണും. ആ പ്രിവ്യൂ ഓക്കെ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്കെയിൽ മാറ്റുക. ആ സ്കെയിൽ നമ്മൾ വാല്യൂ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എൻ്റർ അടിച്ച് കൊടുക്കണം, എങ്കിലേ ആ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ അപ്പോൾ ഇതിൽ ഹാച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഡയമെൻഷനാണ് സെയിം പ്ലാനിൽ ചെയ്ത മാതിരി തന്നെ ചെയ്യാം. പിന്നെ ഇതിലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്ലാനിൽ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കിനി രണ്ടാമത് ഡയമെൻഷൻ സ്റ്റൈൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ലെയർ ഡയമെൻഷൻ എന്നുള്ള ലെയറിലേക്ക് മാറ്റി അതിനുശേഷം എങ്ങനെയൊക്കെയാണോ ഹൈറ്റ്, എവിടേക്കാണോ ഡയമെൻഷൻ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളിലെല്ലാം ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്നാപ്പ് ഓൺ ആക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താവും നമ്മൾ പിക്ക് ചെയ്യുന്നത് കൃത്യമായിരിക്കില്ല. അപ്പോൾ ഈ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് അളവുകൾ കൊടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അതുമാതിരി ആ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൂവിൻ്റെ അവിടെ മൗസ് വെച്ച് കഴിഞ്ഞാൽ ഒരു മെനു വരും. ആ മെനു വെച്ചിട്ട് ഏതാണോ എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ടൈപ്പിൽ നമുക്കതിനെ മൂവ് ചെയ്യാൻ പറ്റും. സോ ഒരു സെക്ഷൻ നമ്മൾ ഒരിക്കലും എലിവേഷനിൽ ഡയമെൻഷൻ ഒന്നും ചെയ്യില്ല. വേണ്ട ഡയമെൻഷൻ മുഴുവനും സെക്ഷനിലാണ് ചെയ്യുക. പക്ഷെ ഒരു വർക്കിംഗ് ഡ്രോയിങ് എന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ നമ്മൾ എലിവേഷനിലും എന്ത് ചെയ്യും, ഡയമെൻഷൻസ് മാർക്ക് ചെയ്യും. സാധാരണ ഒരു പ്രൈമറി സ്റ്റേജിലുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ആ ഒരു പ്ലാനിൽ എലിവേഷനിൽ ഡയമെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യുക. പിന്നെ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നീക്കി വയ്ക്കാം. എങ്ങനെയാണ് സ്റ്റൈല്. ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റൻഷൻ ലൈനിൻ്റെ ഇത് എത്രയാണ് വേണ്ടതെന്ന് ഫിക്സഡ് ലെങ്ത്താണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ ലൈൻ ഒരു ഫിക്സഡ് ഡെപ്ത് കൊടുത്തപ്പോൾ അതിന് ഉള്ളിൽ അത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താവും, അങ്ങനെ ഒരു വ്യത്യാസം കാണും. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് മാറ്റുക. അതുപോലെ തന്നെ ഓരോ ഡയമെൻഷനും നമുക്ക് വേണ്ടിടത്തേക്ക് എന്ത് ചെയ്യാം, ആ ഗ്രിപ്പ് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അതുമാതിരി ആ ഒരു 20 എന്നുള്ള അളവ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത മാതിരി ആ ഒരു നീല അതിൻ്റെ മുകളിൽ വരിക. എന്നിട്ട് എന്താണോ ചെയ്യേണ്ടത്,
എങ്ങനെയാണോ വേണ്ടത്. ഇപ്പോൾ അത് ടെക്സ്റ്റ് ഓൺലി എന്നുള്ള മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം വരും. സൺഷെയ്ഡിൻ്റെ വിടുത്ത്, അതുമാതിരി സ്ലാബിൻ്റെ വിടുത്ത്, അങ്ങനെ ആവശ്യമുള്ള ഡയമെൻഷനുകൾ മുഴുവൻ നമ്മൾ ചെയ്യുക. അതിപ്പോൾ അവിടെ ആ ഒരു സില്ലവർ വരെയുള്ള അളവ് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ഡയമെൻഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെയാണോ അവിടെ നിന്നാണ് അത് കണ്ടിന്യൂ ചെയ്യുക. ആ സമയത്ത് നമ്മളൊരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എവിടെ നിന്നാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ നിന്നാണോ വീണ്ടും കണ്ടിന്യൂ വേണ്ടത് അവിടെ നിന്ന് നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് സ്പെസിഫിക്കേഷൻസ് എഴുതുക. അതായത് ഇന്നത് RCC ആണ്, സൺഷെയ്ഡാണ്, ലിൻഡലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ. അത് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ലീഡറാണ്. LE എന്ന കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ക്വിക്ക് ലീഡർ വർക്ക് ചെയ്യും. ഇപ്പോൾ ഡയമെൻഷൻ സ്റ്റൈലിൻ്റെ അത് തന്നെയായിരിക്കും അത് വർക്ക് ചെയ്യുന്ന വാരോ ഒക്കെ. അത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈലിൽ പോയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, മുകളിലേക്ക് 2 ലൈനാണ് അവിടെ ഉള്ളത്, അത് ആക്കിയതിന് ശേഷം ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ടെക്സ്റ്റ് അടിക്കാം. ഇതല്ലാതെയും ചെയ്യാം. വെറുതെ ടെക്സ്റ്റ് അടിച്ച് വെച്ചിരിക്കുക എന്ത് ചെയ്യാം, ഈ ലീഡർ മാത്രം വരച്ചതിന് ശേഷം എസ്കേപ്പ് അടിച്ച് കളയാം. അപ്പോൾ ആ ലീഡർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ഈ ആരോ എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്കതിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ലീഡർ ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ അതിലെ ടെക്സ്റ്റുകൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തെല്ലാം സ്പെസിഫിക്കേഷൻസ് ആ ഒരു പ്ലാനിൽ കാണിക്കണോ അതെല്ലാം ഇങ്ങനെ സൗകര്യപ്രദമായ രീതിയിൽ വയ്ക്കുക. ഓക്കെ. ഇനി അടുത്തത് ചെയ്യാനുള്ളത് അതിലെ എന്താ പറയുക, നമുക്കതിനൊരു പേര് കൊടുക്കണ്ടേ. ഇപ്പോൾ പ്ലാനിൽ നമ്മൾ സെക്ഷൻ AA എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ പേര് ഇപ്പോൾ ഇവിടെ പ്ലാനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമുക്കത് കൊടുക്കാം. ആദ്യം സെക്ഷൻ എന്താണെന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ സെക്ഷൻ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് സെക്ഷൻ AA എന്ന് എഴുതണമെങ്കിൽ ഇവിടെ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ്റെ അവിടെ ലെറ്ററുകൾ എഴുതണം. അപ്പോൾ അത് വിട്ടുപോയതായിരുന്നു. അപ്പോൾ ആ പ്ലാനിൽ എന്ത് ചെയ്തു, ആ ഒരു ഭാഗം W1 എന്നുള്ള കോപ്പി ചെയ്ത് വെച്ചിട്ട് അവിടെ A എന്നും കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്തു, അപ്പുറവും കൊണ്ടുവന്ന് വെച്ചു. സോ സെക്ഷൻ AA എന്നിവിടെ മാർക്ക് ചെയ്തു. അതേ ഇതെന്ത് ചെയ്യുക, അപ്പോൾ അതിലെ ടെക്സ്റ്റൊക്കെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി ഇവിടെ എന്ത് ചെയ്യാം, സെക്ഷൻ AA എന്ന് പറഞ്ഞിട്ട് വയ്ക്കുക. ഇപ്പോൾ സെക്ഷനും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ചെറിയൊരു പ്ലാൻ എലിവേഷൻ സെക്ഷൻ ഡീറ്റെയിലുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ.